രാജ്യത്തെ തെരുവുനായകളെ പൊതുനിരത്തുകളിൽ നിന്ന് പൂർണ്ണമായും പിടികൂടി പ്രത്യേക അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പിടികൂടുന്ന നായകളെ യാതൊരു കാരണവശാലും പൊതുനിരത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത രീതിയിൽ വേണം പുനരധിവസിപ്പിക്കാനെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചു. തെരുവുനായകളെ വന്ധ്യകരണത്തിന് ശേഷം പിടികൂടിയിടത്ത് തന്നെ തിരിച്ചുവിടണമെന്ന മുൻപത്തെ പരിഷ്കരിച്ച ചട്ടങ്ങൾ പരമോന്നത കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് തന്നെയാണ് പ്രഥമ പരിഗണനയെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. തെരുവുനായകളുടെ ആക്രമണമോ കടിയോ ഏൽക്കാത്ത സമാധാനത്തോടെ ജീവിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഈ വിധിയിലൂടെ അടിവരയിട്ട് വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് നിയമ സംവിധാനങ്ങൾ മുൻഗണന നൽകേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഈ ചരിത്രപരമായ ഉത്തരവുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരടങ്ങുന്ന മൂന്നംഗ പ്രത്യേക ബെഞ്ചിന്റേതാണ് ഈ നിർണായക വിധി പ്രസ്താവന. നായകളെ ഷെൽട്ടറുകളിലേക്ക് തന്നെ മാറ്റണമെന്ന കോടതിയുടെ മുൻപത്തെ ഇടക്കാല ഉത്തരവ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുടരുമെന്നും ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേർന്ന മൃഗസ്നേഹികളുടെയും വിവിധ സംഘടനകളുടെയും എല്ലാ പ്രധാന ആവശ്യങ്ങളും സുപ്രീം കോടതി തള്ളി. കോടതിയുടെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്നും മൃഗക്ഷേമ ബോർഡിന്റെ പഴയ മാനദണ്ഡങ്ങൾ തന്നെ നിലനിർത്തണമെന്നുമായിരുന്നു മൃഗസ്നേഹികളുടെ ആവശ്യം. എന്നാൽ തെരുവുനായകളെ വന്ധ്യീകരിക്കാനുള്ള ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ റദ്ദാക്കില്ലെന്നും അവ കൃത്യമായി തുടരുമെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളെ സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തെരുവുനായകളുടെ നിയന്ത്രണത്തിനായുള്ള അനിമൽ ബർത്ത് കൺട്രോൾ മാനദണ്ഡങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾക്ക് വൻ വീഴ്ച പറ്റിയിട്ടുണ്ട്. കുട്ടികളെയും വയോധികരെയും തെരുവുനായ്ക്കളുടെ കടിയേൽക്കാതെ സംരക്ഷിക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് അവയെ നിയന്ത്രിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ABC ചട്ടങ്ങൾ കൃത്യമായി നടപ്പാക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ നടപടികളിലേക്ക് സർക്കാരുകൾ കടക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും മതിയായ ആധുനിക സൗകര്യങ്ങളോടും ലാബുകളോടും കൂടിയ ABC സെന്ററുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഈ നിർദ്ദേശം കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ സമയബന്ധിതമായി നടപ്പാക്കണം. നിലവിൽ ABC ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ്ങോ ആസൂത്രണമോ ഇല്ലെന്നും ഇത് പദ്ധതിയുടെ ഫലപ്രാപ്തിയെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ABC ചട്ടക്കൂടും വന്ധ്യംകരണ പ്രക്രിയകളും കോടതി നിർദ്ദേശപ്രകാരം കൃത്യമായി നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നിയമം നടപ്പാക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഇതിന് വ്യക്തിപരമായി മറുപടി പറയേണ്ടി വരുമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് വ്യക്തമാക്കി. ഇന്ത്യ സന്ദർശിക്കാനെത്തിയ വിദേശ പൗരന്മാർ പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ക്രൂരമായ തെരുവുനായ ആക്രമണത്തിന് ഇരയായ സംഭവം കോടതി പരാമർശിച്ചു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ദിവസേന പുറത്തുവരുന്ന തെരുവുനായ ആക്രമണ വാർത്തകളിൽ കോടതി കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്ന തരത്തിൽ അക്രമാസക്തരായ നായ്ക്കളെയും പേവിഷബാധ സംശയിക്കുന്ന അപകടകാരികളായ തെരുവുനായ്ക്കളെയും നിയമപരമായി കൊല്ലാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അത്തരം നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ തദ്ദേശ ഭരണകൂടത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും കോടതി തങ്ങളുടെ വിധിന്യായത്തിൽ വ്യക്തമായി കൂട്ടിച്ചേർത്തു.